എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് കാലം വന്നെത്താറായി. അപ്പോൾ ഈ വർഷത്തെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാനിവിടെ ഒരു പാത്രത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അധികം പുളിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ കുറച്ച് മാത്രം അളവിൽ ചേർത്ത് കൊടുക്കുക. മധുരമുള്ളവ കൂടിയ അളവിലും ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രൈഡ് ചെറി, ക്രാൻബെറി, ഡ്രൈഡ് പൈനാപ്പിൾ, ഡ്രൈഡ് ജിഞ്ചർ, വൈറ്റ് റേസിൻസ് എന്നിവയാണ്. പിന്നീട് ഇതിലേക്ക് ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി, ബ്ലാക്ക് റേസിൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്ന സമയത്ത് വലിയ പീസൊക്കെ ആണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് ചെറുതാക്കിയതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് ചെറുതാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഒരു ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്തേക്ക് ചേർത്ത ശേഷം പിന്നീട് ഞാൻ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറുകപ്പട്ട പൊടിച്ചതും പിന്നെ ഗ്രാമ്പു പൊടിച്ചതും ഏലക്കായ പൊടിച്ചതും ഒരു ചെറിയ കഷ്ണം ജാതിക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പൊടി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് 4 ഏലക്കായും 4 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ചെറിയ കഷ്ണം ജാതിക്കയും എടുത്ത് പൊടിച്ചിട്ട് ചേർത്താലും മതി. ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ചേർക്കാം. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് മെർമലേഡാണ്. ഇത് ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പൈസസും അതുപോലെ തന്നെ ജാമും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാതെ തന്നെ സോക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇവ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഡ്രൈഡ് പ്ലം, അതുപോലെ തന്നെ ഡ്രൈഡ് കിവി, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് എല്ലാം ഡ്രൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ പീസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്കാണ് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത്. കഴിയുന്നതും ഗ്ലാസ് ബോട്ടിൽ തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭരണി എങ്ങാൻ എടുക്കാവുന്നതാണ്. കഴിയുന്നതും പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഞാൻ ഈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം നിരത്തിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈനാണ്. നിങ്ങളുടെ കയ്യിൽ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ വൈനായിരുന്നു ഉള്ളത്, അതുകൊണ്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ കഴിയുന്നതും ആൽക്കഹോൾ തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് എല്ലാം നികക്കനെ നിൽക്കുന്ന വിധത്തിൽ വൈൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ച് ഒന്ന് ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഭാഗത്തും ഈ വൈൻ എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബോട്ടിൽ നന്നായി ഒന്ന് കുലുക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പുറത്തെവിടെയെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുപ്പി കുലുക്കി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.